എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാർ അതപ്പതിക്കാൻ കാരണം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നടറോഡിൽ നിന്ന് ഉമ്മ വെക്കുന്നത് കാണാൻ ഈ തിരുവനന്തപുരത്ത് നിന്ന് പോലും അതാ കൊച്ചിയിലേക്ക് പോയി എത്രയോ ചെറുപ്പക്കാരുണ്ട് പൊന്നുമക്കളെ. അതുകൊണ്ട് എന്റെ പൊന്നുമോരേ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ചവന്റെ കോടതിയിലേക്ക് നീ കയ്യുയർത്തി ദുആ ചെയ്താൽ, നീ തൗബ ചെയ്താൽ, നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും എത്ര വലിയ അപരാധം ചെയ്തവനാണെങ്കിലും പടച്ചവന്റെ മുന്നിലേക്ക് കയ്യുയർത്തിയിട്ട് പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്താ അല്ലാഹു സ്വീകരിക്കും മോനെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കള്ളു കുടിച്ചവനായിരിക്കാം, വിചരിച്ചവനായിരിക്കാം, പലിശ തിന്നവനായിരിക്കാം, എത്രയോ കുടുംബങ്ങൾ തകർത്തവനായിരിക്കാം, ഭർത്താവിനെ വഞ്ചിച്ചവങ്ങള് നിനക്ക് അബദ്ധം പറ്റിയിരിക്കാം, കാമുകന്റെ കൂടെ കലങ്ങാൻ പോയിരിക്കാം, നമസ്കാരങ്ങളെ മുഴുവനും കളാക്കിയിരിക്കാം, അഹങ്കാരികളെ പോയി ജീവിച്ചിരിക്കാം. പൊന്നുമോളെ, നിനക്ക് ഇന്നത്തെ ദിവസം തൗബ ചെയ്യാനുള്ളതാണ്, നിനക്ക് തൗബ ചെയ്യാനുള്ളതാ. പാതിരാത്രിയിൽ വീട്ടിൽ പോയിട്ട് വെളുപ്പെടുത്തത്തിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്ന് തൗബ ചെയ്യുമോളെ. ഇത് പറയുമ്പോൾ എന്റെ ചെറുപ്പക്കാര് പറയും, ഉസ്താദ് ഒരുപാട് പാപങ്ങൾ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയി, എനിക്കല്ല പുറത്തു തരില്ല, എനിക്ക് പടച്ചവന് പുറത്തു തരില്ല, എന്റെ പാപങ്ങൾ അധികരിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുപോലെ നിന്നെക്കാളും എത്രയെത്രയോ കുടുംബാദികൾക്ക്, എത്രയെത്രയോ അപരാധികൾക്ക് പടച്ചവൻ പുറത്തു കൊടുത്തടാ. 100 കൊല ചെയ്തവന് പോലും അല്ല പുറത്തു കൊടുത്തില്ലേ? 100 കൊല ചെയ്തവന് പോലും അല്ലാഹു പുറത്തു കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്തിനാ നീ ഭയപ്പെടുന്നത്? എന്തിനാ നീ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കരഞ്ഞുകൊണ്ട് വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ, എന്തിനാണ് നീ കരയുന്നത്? എന്തിനാണ് നീ കരയുന്നത്? ആരാണ് നിന്നെ വേദനിപ്പിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുകയാണ്, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുകയാണ്, കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ആ ചെറുപ്പക്കാരന്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനെ വിളിക്കുകയാ. ആ പൊന്നുമോനെ വിളിച്ചിട്ട് ലോകത്തിന്റെ നായകൻ ചോദിക്കുകയാണ്, ഏ പൊന്നുമോനെ, എന്തിനാ നീ കരയുന്നത്? ആരൊക്കെ പിടിച്ചു മാറ്റിയിട്ടും മാറുന്നില്ലല്ലോ, എത്രയോ നാളുകൾ കൊണ്ട് നിന്ന് ദുആ ചെയ്യുകയാണ്. അവസരത്തിൽ ആ ചെറുപ്പക്കാരൻ ലോകത്തിന്റെ നായകനോട് പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ജീവിതത്തിൽ ഞാനൊരു പാപം ചെയ്തു നബിയേ, എന്റെ ജീവിതത്തിൽ ഞാനൊരു പാപം ചെയ്തു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, ഏ പൊന്നുമോനെ, എന്ത് പാപമാണ് ചെയ്തത്? എന്ത് തെറ്റാണ് നിന്റെ ജീവിതത്തിൽ പറ്റിപ്പോയത്? ആ അവസരത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകരോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവരെ കുളിപ്പിച്ച് മയ്യത്ത് കബറടക്കാൻ ഞാനും കൂടും നബിയേ. പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി മയ്യത്ത് കബറടക്കുകയാണ്. അതാ കബറിനകത്തേക്ക് ഇറക്കി വെച്ചുകൊണ്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. എല്ലാവരും പിടിമണ്ണ വാരി എറിഞ്ഞിട്ട് കബറിന്റെ ഭാഗത്ത് നിന്ന് മടങ്ങി പോകുമ്പോ യാ റസൂലല്ലാഹ്, കബറിന്റെ ഭാഗത്ത് ഞാനൊരടയാളം വെക്കും നബിയേ. അന്ന് കബറടക്കിയ കബറിന്റെ ഭാഗത്തൊരടയാളം വെക്കുകയാ. എന്നിട്ട് മടങ്ങി പോവുകയാണ്. പാതിരാത്രി എത്തിക്കഴിയുമ്പോ യാ റസൂലല്ലാഹ്,
ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും നബിയേ, ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോടാ ചെറുപ്പക്കാരൻ പറയുകയാ, അടയാളം വെച്ച കബറിന്റെ പുറത്തേക്ക് നടന്നു പോവുകയാണ്, അടയാളം വെച്ച കബറിന്റെ പുറത്തേക്ക് നടന്നു പോവുകയാ. എന്നിട്ടതാ പച്ച മണ്ണങ്ങ് വെട്ടുമാറ്റുകയാ, കബറങ്ങോട്ട് മാന്തുകയാണ്, കബറങ്ങോട്ട് മാന്തുകയാണ്, പലകകൾ എടുത്ത് മാറ്റുകയാ. കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് ആ കബറിനകത്ത് കിടക്കുന്ന മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് കഫൻ തുണി അങ്ങ് മോഷ്ടിക്കുകയാ. ശരീരത്തിൽ ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ, അത് ഓരോന്നായും അടിച്ചു മാറ്റുകയാണ്. എന്നിട്ട് കബറങ്ങ് മൂടുകയാ. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴുകി ശുദ്ധിയാക്കി അതാ പിറ്റേ ദിവസം കമ്പോളത്തിൽ കൊണ്ട് വിൽക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ആ പള്ളിക്കാട്ടിൽ കിടക്കുന്ന എത്രയോ കബറാളികൾ, ആ പള്ളിക്കാട്ടിൽ കിടക്കുന്ന എത്രയോ കബറാളികൾ യാ റസൂലല്ലാഹ് നഗ്നരായി കിടക്കുകയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് കരണ്ടുകൊണ്ട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനെ സമാധാനിപ്പിക്കുകയാണ്. പൊന്നുമോനെ, തൗബ ചെയ്യ് മോനെ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ചവന്റെ ദർബാറിലേക്ക് 2 കൈയും ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യ് പൊന്നുമോനെ. അല്ലാഹുവിന്റെ പ്രവാചകനെ സമാധാനിപ്പിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ പിന്നീട് ഇരുന്ന് കരയുകയാ. കണ്ണുകളിൽ നിന്ന് കണ്ണീരൊലിക്കാൻ തുടങ്ങി. ശബ്ദമുയർത്തിയ രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ചെറുപ്പക്കാരാ, എന്തിനാ മോനെ കരയുന്നത്, എന്തിനാ മോനെ കരയുന്നത്? ആ അവസരത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ പാപമല്ല നബിയേ, ഈ പാപമല്ല നബിയേ, ഇതിനെക്കാളും ഒരു കൊടും പാപം ചെയ്തു നബിയേ, അല്ലാഹു പുറത്തു തരാത്ത ഒരു പാപം ചെയ്തു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഇരുന്ന് കരയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ചെറുപ്പക്കാരാ, എന്ത് പാപമാ മോനെ ചെയ്തത്, എന്ത് അപരാധമാ ചെയ്തത്? ആ അവസരത്തിൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ നാട്ടില് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, എന്റെ നാട്ടിലൊരു സുന്ദരിയായ ഒരു സാലിഹത്തായ പെണ്ണ് മരിച്ചു നബിയേ. ഏത് ചെറുപ്പക്കാരനും കണ്ടാൽ ആഗ്രഹിച്ചു പോകുന്ന സുന്ദരിയായ ഒരു യുവതി മരിച്ചു നബിയേ. മയ്യത്ത് കുളിപ്പിക്കുകയാണ്, പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറടക്കുകയാണ്. ആ മയ്യത്ത് കബറിനകത്തേക്ക് ഇറക്കി വെച്ചത് ഞാനാണ് നബിയേ, ഞാനാണ് നബിയേ. എന്റെ കൈകൊണ്ടാണ് മയ്യത്ത് ഇറക്കി വെച്ചത്. കബറിന്റെ മുകളിലേക്ക് പലകയിൽ വെച്ച് മണ്ണ് കിട്ട് മോടിയിട്ട് മീസാങ്കല്ലും നട്ടിട്ട് എല്ലാവരും കബറിന്റെ ഭാഗത്ത് നിന്ന് മടങ്ങുമ്പോ യാ റസൂലല്ലാഹ്, ആ കബറിന്റെ ഭാഗത്തൊരടയാളം വെച്ചു നബിയേ. കബറിന്റെ ഭാഗത്തടയാളം വെക്കുകയാണ്. എന്നിട്ട് മടങ്ങി വരികയാണ്. പാതിരാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും ഇറങ്ങിക്കുടിയുമ്പോൾ ആ ചെറുപ്പക്കാരൻ എഴുന്നേൽക്കുകയാ. എന്നിട്ട് അടയാളം വെച്ച കബറിന്റെ പുറത്തേക്ക് നടക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, കബറിന്റെ ഭാഗത്ത് പോയിട്ട് മണ്ണങ്ങോട്ട് മാന്തുകയാണ്. ആ മൂടിയ കബറങ്ങോട്ട് മാന്തുകയാ. എന്നിട്ട് കബറിനകത്തേക്ക് ഇറങ്ങുകയാ. ആ പെണ്ണിന്റെ ശരീരത്തിൽ ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിച്ചു മാറ്റുകയാ. കബറിന്റെ മുകളിലേക്ക് കയറുകയാണ്, കബറിന്റെ മുകളിലേക്ക് കയറുകയാണ്. കബറങ്ങ് മൂടുകയാ. എന്നിട്ട് പള്ളിക്കാട്ടിലൂടെ കുറച്ചങ്ങോട്ട് നടക്കുകയാ. കുറച്ചങ്ങോട്ട് നടന്നു കഴിയുമ്പോ ആ ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ശരീരത്തിൽ ഒരു തുള്ളി വസ്ത്രം പോലുമില്ലാതെ കബറിനകത്ത് കിടക്കുന്ന സുന്ദരിയായ പെണ്ണിന്റെ ശരീരം കടന്നു വരികയാ. ആ ശരീരം ഓർമ്മ വരികയാ. ആ ചെറുപ്പക്കാരൻ മടങ്ങി വന്ന്, ചെറുപ്പക്കാരാ,
കബറിനടുക്കലേക്ക് മടങ്ങി വന്നിട്ട് ആ കബർ വീണ്ടും അങ്ങോട്ട് മാന്തുകയാണ്. വീണ്ടും രണ്ടാമതും കബറങ്ങ് മാന്തുകയാ. എന്നിട്ട് കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് ആ സുന്ദരിയായ പെണ്ണിന്റെ ശരീരം കണ്ടപ്പോൾ വികാരം തോന്നിയിട്ട് മരിച്ചു കിടക്കുന്ന മയ്യിത്തായ ആ പെൺകുട്ടിയുടെ ശരീരത്തിനെ കബറിനകത്തിട്ട് വ്യഭിചരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരുന്നു കൊണ്ട് മരിച്ചു കിടന്ന മയ്യിത്തിനെ കബറമാന്തിയിട്ട് ആ പെണ്ണിനെ കബറിനകത്തിട്ട് വ്യഭിചരിച്ചെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം തളർന്നു പോവുകയാ. പ്രവാചകന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ മിണ്ടുന്നില്ല. ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, നബിയേ ഫഹലി മിനത് തൗബ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ നബിയേ? അല്ല എന്റെ തൗബ സ്വീകരിക്കുമോ നബിയേ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോൾ, എന്റെ പൊന്നുമോനെ, ഇതുപോലെ ഒരു പാപം നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതുപോലെ ഒരു പാപം നീ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്തെന്നറിയുമോ? عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നബിയേ എന്റെ ദാസന്മാരോട് പറ നബിയേ, എന്റെ അടിമകളോട് പറ നബിയേ, അവരെത്ര വലിയ അക്രമം ചെയ്തവരാണെങ്കിലും അവരെത്ര വലിയ അനീതി ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് ചോദിക്കാൻ പറ നബിയേ, പറ നബിയേ, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാൻ നബിയേ. എന്നെ പടച്ചവന്റെ പരിശുദ്ധ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ കബറിനകത്ത് കടന്ന് വ്യഭിചരിച്ച മനുഷ്യന് പോലും അല്ലാഹു പുറത്തു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നന്നാവണമെങ്കിൽ നന്നായിക്കോ പൊന്നുമോനെ. ഇന്നത്തെ ദിവസം നിന്റെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാവോനെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്നലെ വരെ നീ സീരിയൽ കണ്ടവളായിരിക്കാം, ഇന്നലെ വരെ ജമാഅത്ത് നമസ്കാരം 5 നേരത്തെ വഖ്ത് നിസ്കാരം കളാക്കിയവരായിരിക്കാം, ഖുർആൻ ഓതാത്തവളായിരിക്കാം, തലമറയ്ക്കാത്തവളായിരിക്കാം, ഭർത്താവിനെ വഞ്ചിച്ചവളായിരിക്കാം. പൊന്നുമോളെ, ഇന്നത്തെ ദിവസം നിന്റെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാ. നന്നാവണമെങ്കിൽ നന്നായിക്കോ. വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് പടച്ചവന്റെ മുന്നിലേക്ക് അല്ലാഹു പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഒന്നാം ആകാശത്തിൽ വന്ന് പടച്ചവൻ ഭൂമിയിലേക്ക് നോക്കി നിൽക്കുകയാ. ചോദിക്കുന്നവന് പുറത്തു കൊടുക്കാൻ, പശ്ചാത്തപിക്കുന്നവന് പുറത്തു കൊടുക്കാൻ. പാതിരാത്രി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സുജൂദിൽ കടന്നുകൊണ്ട് പടച്ചവരോട് പറമോളെ, അല്ലാഹുവേ തെറ്റുപറ്റി പടച്ചവരെ, പടച്ചവരെ തെറ്റുപറ്റി പടച്ചവരെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവരോട് തൗബ ചെയ്യാൻ തീരുമാനിച്ചോ. പിന്നത്തേക്ക് മാറ്റിവെക്കല്ലേ ചെറുപ്പക്കാരാ. നാളെയാകട്ടെ നാളെയാകട്ടെ എന്ന് മാറ്റിവെക്കല്ലേ പൊന്നുപോരെ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇന്നലെ കണ്ടവനെ കാണാത്ത ദുനിയാവല്ലേ, ഇന്നലെ കണ്ടവനെ കാണാത്ത ദുനിയാവല്ലേ. കാസർഗോഡ് ജില്ലയിൽ ഹംസ എന്ന ചെറുപ്പക്കാരൻ വിവാഹം കഴിഞ്ഞ് 11 വർഷമായി, മക്കളില്ലാതെ എല്ലാ മജ്‌ലിസും ദുആ ചെയ്യുകയാണ്, എല്ലാ മജ്‌ലിസിലും സദഖ തന്നിട്ട് ദുആ ചെയ്യിപ്പിക്കുകയാണ്. അവസാനം വർഷങ്ങൾ കാത്തിരുന്നിട്ട് തനിക്ക് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാവുകയാ, പൊന്നുപോലെ കൊണ്ടു നടക്കുകയാ. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ്, ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കുകയാ. ആ ഹംസ എന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, 11 വർഷക്കാലം പടച്ചവരോട് ദുആ ചെയ്ത് ദുആ ചെയ്ത് ദുആ ചെയ്ത് എത്രയോ ഉസ്താദന്മാരുടെ ദുആയുടെ ബർക്കത്തായി തനിക്ക് കിട്ടിയ പൊന്നുമോളെ കയ്യിലേക്ക് എടുക്കുകയാ. എന്നിട്ടതാ വലത് ചെവിയിലെ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വലത് ചെവിയിലെ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അതാ ബാങ്ക് വിളിച്ച പകുതിയായപ്പോ തന്റെ ഉമ്മയോടും ബന്ധുക്കളോടും പറയുകയാ, ഈ കുഞ്ഞിനെ ഒന്ന് പിടിക്കണേ, എന്റെ ശരീരം തളരുകയാ, എന്റെ ശരീരം തളരുകയാ. കുഞ്ഞിനെ കയ്യിലേക്ക് എത്തിക്കുകയാണ്. എന്നിട്ട് കസേരയിലേക്ക് ഇരുന്നതാ ആ ചെറുപ്പക്കാരൻ ഇന്ന് കബറിന്റെ അടിയിലാ.
അതുകൊണ്ട് നാളത്തേക്ക് മാറ്റിവെക്കല്ലേ. തനിക്ക് കിട്ടിയ പൊന്നുമകളുടെ ചെവിയിലിരുന്ന് ബാങ്ക് വിളിക്കാൻ പോലും സമയം കിട്ടാതെ ലോകത്തോട് യാത്ര പറഞ്ഞു പോയതെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ, അഹങ്കാരിയെ പോലെ നടക്കല്ലേ പൊന്നുമോനെ. പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് നടക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ചവരോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താൽ നിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, എന്ത് അല്ലാഹ് നിനക്ക് എന്തോ നല്ലത് തരാൻ പോകും. അള്ളാഹു എന്തോ നല്ലത് തരാൻ പോകുന്നു. ആരോടാണ് ഈ സഹാബി അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഹദീസ് പറഞ്ഞതെന്നറിയുവോ? മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വർഷങ്ങൾ കാത്തിരിക്കുകയാണ്. വർഷങ്ങൾ കാത്തിരുന്ന വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തനിക്കൊരു പൊന്നുമകൻ ജനിക്കുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമകനോട് വല്ലാത്ത സ്നേഹമാണ്. എവിടെ പോയാലും പൊന്നുമകനെ കൊണ്ടുപോവുകയാ. തന്റെ പൊന്നുമകനോട് വാപ്പയ്ക്ക് വല്ലാത്ത സ്നേഹമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം വർഷങ്ങൾ കഴിയുമ്പോൾ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രയ്ക്ക് ഇറങ്ങുകയാണ്. ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ തന്റെ പൊന്നുമകനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സുലൈമിനോട് പറയുന്ന, പെണ്ണേ, എന്റെ പൊന്നുമോനെ നോക്കണേ ഉമ്മു സുലൈ, എന്റെ പൊന്നുമോനെ നോക്കണേ ഉമ്മു സുലൈ. കയ്യിലേക്ക് പിടിച്ചു കൊടുത്തിട്ട് ഇറങ്ങി പോവുകയാണ്. അതാ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. കുറെ ദിവസം കഴിയുമ്പോൾ തന്റെ പൊന്നുമകന് രോഗം പിടിക്കുകയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ മാത്രമാണ് വീട്ടിലുള്ളത്. തന്റെ പൊന്നുമകന് രോഗം പിടിക്കുകയാ. ഓരോ ദിവസം കഴിയുമ്പോഴും രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാ. ഓരോ ദിവസം കഴിയുമ്പോഴും രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ചികിത്സിക്കുകയാണ്. പക്ഷേ ഒരു ദിവസമുണ്ടല്ലോ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മരണപ്പെടുകയാ. ഉമ്മു സുലൈം ഇരുന്ന് കരയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഭർത്താവ് നാട്ടിലില്ല. ഉമ്മു സുലൈം ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോ മരിച്ചു നബിയേ, എന്റെ ഭർത്താവ് നാട്ടിലില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഉമ്മു സുലൈം, ക്ഷമിക്കും ഉമ്മു സുലൈം, പടച്ചവന് ശുക്ർ ചെയ്യും ഉമ്മു സുലൈം. അല്ലാഹുവിന്റെ പ്രവാചകനെ സമാധാനിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, എന്റെ ഭർത്താവ് നാട്ടിലില്ല നബിയേ, എന്റെ ഭർത്താവ് നാട്ടിലില്ല നബിയേ, എന്റെ ഭർത്താവ് നാട്ടിലില്ല, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മയ്യത്ത് കുളിപ്പിച്ച് കബറടക്കാൻ പറയുകയാണ്. ഉമ്മു സുലൈം കബറടക്കുകയാണ്. ഒരു ദിവസം പാതിരാത്രിയിൽ കിടന്നിട്ട് ഉമ്മു സുലൈമിന് ഉറക്കം വരുന്നില്ല. ഉമ്മു സുലൈം പാതിരാത്രിയിൽ കിടന്ന് കരയുകയാണ്. എന്തിനാ കരയുന്നതെന്നറിയുവോ? അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നാളെ മടങ്ങി വരികയാണല്ലോ. പൊന്നുമകൻ മരിച്ചെന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവിന് സഹിക്കാൻ കഴിയില്ലല്ലോ. വീടിനകത്തിരുന്ന് കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാണ്. അവസാനം സുബഹിന്റെ സമയമെത്തിയപ്പോൾ അതാ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയാവുകയാ. നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയാണ്. വീടിന്റെ വാതിലിൽ തന്റെ ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ്. അതാ കടന്നു വരുന്ന അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് കിടക്കുകയാ. വീടിനകത്തേക്ക് കാലെടുത്തു വെക്കുമ്പോ അവിടെന്ന് ചോദിച്ചു, പെണ്ണേ ഉമ്മു സുലൈം, എന്റെ പൊന്നുമോനെവിടെ ഉമ്മു സുലൈം?
അതാ ഉമ്മ സുലൈം റളിയല്ലാഹു തആല പറയുകയാ, നമ്മുടെ പൊന്നുമകൻ ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വീടിനകത്തേക്ക് കിടക്കുകയാ. കുളിക്കാനുള്ള വെള്ളം തയ്യാറാക്കുകയാണ്, കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കുകയാണ്. എന്നിട്ടോ ഉമ്മ സുലൈം റളിയല്ലാഹു തആല യുടെ മനസ്സിനകത്തൊരു വേദനയാണ്. പടച്ചറപ്പേ, എന്റെ ഭർത്താവ് പോയിട്ട് മാസങ്ങളായല്ലോ, എന്റെ ഭർത്താവ് പോയിട്ട് മാസങ്ങളായല്ലോ. എന്റെ ഭർത്താവിന് ആഗ്രഹമുണ്ടാകുമല്ലോ, അത് സാധിച്ചു കൊടുക്കൽ എന്റെ കടമയാണല്ലോ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, ഭർത്താവ് വർഷങ്ങൾക്ക് ശേഷം ഗൾഫിൽ നിന്ന് വരുമ്പോൾ നീ കൊണ്ടുവരണമെന്ന് പറഞ്ഞ സാധനം കൊണ്ടുവരാത്തതിന്റെ പേരിൽ പാവപ്പെട്ടവനെ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വന്തം മകൻ മരിച്ചിട്ട് പോലും ആ മനസ്സിന്റെ ഉള്ളിൽ വേദന കടിച്ചമർത്തിക്കിട്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിനോട് ആദ്യം അത് പറഞ്ഞ് വേദനിപ്പിക്കാതെ തന്റെ ഭർത്താവിന് ഭക്ഷണം കൊടുക്കുകയാ, തന്റെ ഭർത്താവിന് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയാ, എന്നിട്ട് കിടപ്പറയ്ക്കകത്തേക്ക് വിളിക്കുകയാണ്. വേദനകൾ മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിക്കിട്ട് തന്റെ പ്രിയതമര കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റിയിട്ട് രണ്ടുപേരും കൂടെ ശാരീരികമായി ബന്ധപ്പെടുകയാണ്. ബന്ധപ്പെട്ട് കഴിയുമ്പോ ഉമ്മു സുലൈം ചോദിക്കുന്ന, തൽഹ, ആരെങ്കിലും അമാനത്തായൊരു വസ്തു നൽകിയാൽ, ആരെങ്കിലും അമാനത്തായൊരു വസ്തു നൽകിയാൽ അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയോട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുന്ന, പെണ്ണേ ഉമ്മു സുലൈം, അത് കൊടുക്കൽ നമ്മുടെ കടമയാണല്ലോ, അത് കൊടുക്കൽ നമ്മുടെ കടമയാണല്ലോ. ഉമ്മു സുലൈം പൊട്ടിക്കരയുകയാ, പൊട്ടിക്കരയുകയാ. വേദന സഹിക്കാൻ കഴിയാതെ കരയുമ്പോ അബൂ തൽഹ ചോദിച്ചു, പെണ്ണേ എന്ത് പറ്റി ഉമ്മു സുലൈം, എന്ത് പറ്റി ഉമ്മു സുലൈം, എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെന്ന് പറയുന്ന, തൽഹ, അല്ല നമുക്ക് തന്നെ പൊന്നുപോലുണ്ടല്ലോ, അല്ല അമാനത്തായി തന്ന പൊന്നുമോനുണ്ടല്ലോ, അവനങ്ങ് മരിച്ചു തൽഹ. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പൊട്ടുകയാ. തന്റെ പൊന്നുമകൻ മരിച്ചെന്ന വാർത്തയെന്ന് കേൾക്കുമ്പോൾ വീടിനകത്തിരുന്ന് കരയുകയാ. ഏത് വാർത്തയ്ക്കാ സഹിക്കാൻ കഴിയുന്നത്? തന്റെ പൊന്നുമക്കള് മരിക്കുമ്പോ, ജീവിച്ചിരിക്കുമ്പോ, വാപ്പ ജീവിച്ചിരിക്കുമ്പോ തന്റെ പൊന്നുമക്കളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ തന്റെ മക്കളുടെ ഖബറിന്റെ മുകളിലേക്ക് പിടിമണ്ണ് വാരി എറിയാ നമ്മളെ കൊണ്ട് കഴിയുമോ? നമ്മുടെ സ്നേഹനദികളായ മക്കളെ കൊണ്ടുപോയി അതാ ഖബറിനകത്തേക്ക് ഇറക്കി വെച്ച് അവരുടെ കബളിനടിയിലേക്ക് ഒരു പിടി മണ്ണ് വാരി, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. നമ്മുടെ മക്കളുടെ മുകളിലേക്ക് മണ്ണ് വാരി എറിയാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീടിനകത്തിരുന്ന് കരയുകയാണ്. എന്നിട്ടോ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, കുളിച്ചു ശുദ്ധിയായിട്ട് ലോകത്തിന്റെ നായകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, അവളെന്നെ വഞ്ചിച്ചു നബിയേ, അവളെന്നെ ചതിച്ചു നബിയേ, എന്റെ പൊന്നുമോ മരിച്ച വാർത്ത എന്നോട് മറച്ചു വെച്ചു നബിയേ, അവളെന്നെ കിടപ്പറയിലേക്ക് വിളിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പോയി കരയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, തൽഹ, നീ എത്ര ഭാഗ്യവാനാണ് തൽഹ, നീ എത്ര ഭാഗ്യവാനാണ് തൽഹ. ഇതുപോലെ ഒരു ഭാര്യ നിനക്ക് കിട്ടിയില്ലേ, ഇതുപോലെ ഒരു ഭാര്യ നിനക്ക് കിട്ടിയില്ലേ? 9.5 മാസക്കാലം വയറ്റില് ചുമന്നുകൊണ്ട് നടന്ന മരണവേദനയുടെ വേദനയും സഹിച്ച് പ്രസവിച്ച തന്റെ പൊന്നുമക്കള് മരിച്ച എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് താങ്ങാൻ കഴിയുമോ മോളെ? എന്നിട്ട് പോലും ആ വേദനകളെ മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് ഭർത്താവിന്റെ ആഗ്രഹം സാധിച്ചു തന്നവനല്ലേ, വീട്ടിലേക്ക് കടന്നു വന്ന ഭർത്താവിനെ വേദനിപ്പിക്കാതെ
സാവധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയവളല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന തൽഹ വേദനിക്കല്ലേ, ക്ഷമിക്കു തൽഹ, പടച്ചവനെ സ്തുതിക്കു തൽഹ, അൽഹംദുലില്ലാഹ് പറ തൽഹ. ഇന്നലെ നിങ്ങളെ ബന്ധപ്പെട്ടതിലൂടെ നിനക്കൊരു പൊന്നുമോൻ ജനിക്കും തൽഹ. അവന് അല്ലാഹു ബർക്കത്ത് നൽകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ. രണ്ടുപേരെയും മടക്കി വിടുകയാണ്. അതാ മാസങ്ങൾ കഴിയുകയാണ്. ഉമ്മു സുലൈം ഗർഭിണിയാവുകയാണ്. ഉമ്മു സുലൈം ഗർഭിണിയാവുകയാ. 9 മാസം കഴിയുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല പ്രസവിക്കുകയാണ്. പ്രസവം കഴിയുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല വീടിന്റെ ഉള്ളിലേക്ക് ഓടുകയാണ്. ഉമ്മു സുലൈം, എന്റെ പൊന്നുമോര് പാല് കൊടുക്കല്ലേ, എന്റെ പൊന്നുമോര് ആരും തടല്ലേ. ഉമ്മു സുലൈമിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. തന്റെ ചോര കുഞ്ഞിനെ കോരിയെടുക്കുകയാണ്. ഇലാ ഹദറത്ത് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, എനിക്ക് സന്തോഷം വന്നു നബിയേ, എനിക്ക് അനുഗ്രഹം കിട്ടി നബിയേ. തന്റെ പൊന്നുമകനെ കൊണ്ട് പ്രവാചകന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ പൊന്നുമകന്റെ ചെവിയിൽ അതാ ബാങ്കുമിക്കാമത്തും കൊടുക്കുകയാ. അബ്ദുള്ള എന്ന പേരിടുകയാണ്. ലോകത്തിന്റെ നായകൻ തന്നെ കാരക്ക എടുത്ത് തന്റെ വായിക്കകത്തിട്ട് ചതച്ചരച്ചിട്ട് ലോകത്തിന്റെ നായകനാ കുഞ്ഞുമകന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാ. ഇതിനേക്കാളും ഭാഗ്യമാർക്കാണ് വേണ്ടത്, ഇതിനേക്കാളും ഭാഗ്യമാർക്കാണ് കിട്ടുന്നത്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോരുണ്ടല്ലോ, അതാ വളർന്നു വലുതാവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മുഴുവനും കാണാതെ പഠിക്കുകയാണ്. അബ്ദുള്ള എന്ന പൊന്നുമോൻ ഹാഫിളാവുകയാ. അബ്ദുള്ള എന്ന പൊന്നുമോൻ ഹാഫിളാവുകയാ. ആ പൊന്നുമകന് 12 മക്കൾ ജനിക്കുകയാ. ആ 12 മക്കളും ഹാഫിള എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നിനക്ക് വേദന തരുമ്പോ, പടച്ചവൻ നിനക്ക് ദുഃഖം തരുമ്പോ നീ പരാജയപ്പെടല്ലേ, പടച്ചവനെ കുറ്റപ്പെടുത്തല്ലേ. നിനക്കെന്തോ നല്ലത് വരുന്നതിന്റെ അടയാളമാണെന്ന് കരുതിക്കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാ നിനക്ക് മനസ്സുണ്ടോ? വയദ്ഖുലൂനൽ ജന്നാ ബിഗൈരി ഹിസാബ്. നാളെ ആരും സഹായിക്കാനില്ലാത്ത മീസാനിന്റെ മുന്നിൽ നിന്ന് വിചാരണയില്ലാതെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് നിന്നെ കടത്തിവിടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഒരേ ഒരു അൽഹംദുലില്ലാഹ് എപ്പോ പറയണം? എപ്പോ പറയണം? നിനക്ക് ദുഃഖവും വിഷമവും ഉണ്ടാകുമ്പോൾ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് രണ്ടും ഞാൻ പറഞ്ഞു തരാം. പൊക്കിയവർക്കുള്ള പ്രതിഫലവും പൊക്കാത്തവർ രണ്ടും പറയണമല്ലോ. എന്തായാലും വാദം നിർത്താം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കൈ ഉയർത്തിയവരുണ്ടല്ലോ, ഉസ്താദ് പറഞ്ഞപ്പോൾ ഇന്നു മുതൽ എല്ലാ ദിവസവും ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ഒരു ദിവസം മരിക്കും പൊന്നുമോളെ. അസ്റായീൽ അലൈഹിസ്സലാം നിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നിന്റെ റൂഹ് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അന്ന് നിന്റെ മക്കള് കരയുകയാ, നിന്റെ ഭർത്താവ് കരയുകയാ, നിന്റെ ഭാര്യ കരയുകയാ, നിന്റെ ഉമ്മ കരയുകയാ. എല്ലാവരും നിന്റെ അടുത്ത് നിന്ന് കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ചവരെ, നീ മരിക്കുന്ന ദിവസം, നീ മരിക്കുന്ന ദിവസം ഭൂമിയും ആകാശവും അതിലുള്ള സർവ്വ വസ്തുക്കളും നീ കരഞ്ഞത്, നീ മരിച്ചതിന്റെ പേരിൽ കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. നീ മരിക്കുന്ന ദിവസം എല്ലാവരും കരയുകയാ. പടച്ചവനെ, ഒരു ചെറുപ്പക്കാരാ ഇവിടെ ഇരുന്ന് കൈയുയർത്തിയവരെ, നിന്റെ മയ്യത്ത് റോഡിലൂടെ സന്തൂക്കിൽ വെച്ച് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ റോഡ് കരയും മോനെ. റോഡിന്റെ പുറത്ത് നിൽക്കുന്ന ചെടികൾ കരയുകയാണ്. അല്ലാഹുവേ,
എന്ത് നല്ല ചെറുപ്പക്കാരനായിരുന്നു റബ്ബേ. ഇനി അവൻ എന്റെ മുകളിലൂടെ നടക്കില്ലല്ലോ, അവനെ എനിക്ക് കാണാൻ കഴിയില്ലല്ലോ. ഓടുമെന്ന് തീരുമാനിച്ച പെണ്ണ്, നിന്റെ വീടിന്റെ ഓരത്ത് നിൽക്കുന്ന മരങ്ങൾ പോലെ നീ മരിക്കുന്ന ദിവസം കരയും പൊന്നുമോളെ. നിന്റെ മരണത്തിൽ അവർ വേദനിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നല്ല മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാല് അള്ളാന്റെ ഖുർആൻ പറയുന്നത് പോലെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാ, എന്റെ പ്രിയപ്പെട്ടവരെ, 3 ദിവസം കഴിയുമ്പോ നമ്മുടെ മക്കള് മറക്കും, അല്ലെങ്കിൽ 7 കഴിയുമ്പോ മറക്കും. എന്നിട്ട് 40 വരെ കാത്തു നിൽക്കാതെ 10ന്റെ അന്ന് നമ്മുടെ വീട്ടിലെല്ലാവരെയും വിളിച്ചുകൂട്ടി 70,000 ദിക്റ് പറഞ്ഞിട്ട് എല്ലാവരും അവരുടെ ജോലി തീർക്കുകയാ. പിന്നെ വാപ്പാനെ കുറിച്ച് ഓർമ്മയില്ല, അമ്മയെ കുറിച്ച് ഓർമ്മയില്ല, ഭർത്താവിനെ കുറിച്ച് ഓർമ്മയില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുകയാ. പക്ഷേ 40 ദിവസത്തോളം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ മരിച്ചതിന്റെ പേരിൽ ആകാശവും ഭൂമിയും കരയുമടാ. ആരൊക്കെ മറന്നുപോയാൽ നിന്നെ ഭൂമിയും ആകാശവും മറക്കില്ലടാ. 40 ദിവസം അവർക്ക് വേദനയാ നീ മരിച്ചതിന്റെ പേര്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇവരെല്ലാം മരിച്ച ദിവസത്തിൽ, ഇവരെല്ലാം നീ മരിച്ച ദിവസം ഇവരെല്ലാവരും കരയുകയാണ് മോനെ. പക്ഷേ അന്ന് നിന്റെ മുഖത്ത് പുഞ്ചിരിയാ. എപ്പോഴാ ചിരിക്കേണ്ടതെന്നറിയുമോ? എപ്പോഴാ സന്തോഷിക്കേണ്ടതെന്നറിയുമോ? ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ചിരിക്കാവൂ ചെറുപ്പക്കാരാ. അത് കോമഡി കാണുമ്പോഴല്ല, അത് സിനിമ കാണുമ്പോഴല്ല, അത് സന്തോഷം വരുമ്പോഴല്ല, അത് മക്കളുടെ പുഞ്ചിരി കാണുമ്പോഴല്ല. എപ്പോഴാ ചിരിക്കേണ്ടതെന്നറിയുമോ? അങ്കല്ലദീ വലദത് ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ وجهد لنفسك أن تكون إذا بكوا في حال موتك لاحقا مسرورا. എന്നാണ് ചിരിക്കേണ്ടതെന്നറിയുമോ? ഖുർആൻ ഓതാൻ തീരുമാനിച്ചവരെ ഇന്നു മുതൽ തീരുമാനമെടുത്തു, ഇന്നു മുതൽ പരിശ്രമിച്ചോ. എന്നാ ചിരിക്കേണ്ടതെന്നറിയുമോ? ആരോടാ വാശി തീർക്കേണ്ടതെന്നറിയുമോ? പൊന്നുമോരെ വാശി വേണമെടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് വാശി വേണം. ആരോടാ വാശി വേണ്ടതെന്നറിയുമോ? നീ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പറയും, 10 മാസം ഗർഭം ധരിച്ച മരണവേദനയുടെ വേദനയും സഹിച്ചാണ് എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ പ്രസവിച്ചത്. വേദനയുണ്ടെന്ന് പറയുന്നത് സത്യം തന്നെ. പക്ഷേ പെങ്ങളെ, നീ എത്ര വേദന സഹിച്ചവളാണെങ്കിലും, പ്രസവിച്ച ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട ഉമ്മ പറയട്ടെ, എത്ര വേദന സഹിച്ചവളാണെങ്കിലും, പൊന്നുമ്മ, നിന്റെ പൊന്നുമക്കളുടെ മുഖം ആദ്യമായിട്ട് കണ്ടപ്പോ നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമല്ലേ? ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിലൂടെ ടെൻഷൻ അടിച്ചുകൊണ്ട് നടന്ന വാപ്പയുണ്ടല്ലോ, നമ്മളെ കൊണ്ടുപോയി കാണിച്ചപ്പോ ഉപ്പാന്റെ മുഖത്തും വല്ലാത്ത സന്തോഷമാ. അന്ന് നിന്നെ കണ്ടവരെല്ലാവരും ചിരിക്കുകയാ. പക്ഷേ നീ എന്ത് ചെയ്തതെന്നറിയുമോ? എല്ലാരും നിന്റെ ഭാഗത്ത് നിന്ന് ചിരിച്ചപ്പോ നീ എന്ത് ചെയ്തതെന്നറിയുമോ? വാവിട്ട് കരയുകയാ. തൊണ്ട പൊട്ടിയിട്ട് നീ കിടന്ന് കരഞ്ഞപ്പോ നിന്റെ ഉമ്മ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു, നിന്റെ വാപ്പ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു, നിന്റെ കൂടപ്പിറപ്പുകൾ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. അതുകൊണ്ട് പൊന്നുമോനെ, വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ. ഇവരോടൊക്കെ പകരം വീട്ടണ്ടേ ചെറുപ്പക്കാരാ? നീ കരഞ്ഞ സമയത്ത് നിന്റെ മുന്നിൽ വന്ന് നിന്ന് ചിരിച്ചവരോട് പ്രതികാരം ചെയ്യണ്ടേ? എപ്പോഴാ ചെയ്യേണ്ടതെന്നറിയുമോ? ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. 3 കഷ്ടം തുണിയില് പുതഞ്ഞിട്ട് നിന്റെ വീടിനകത്ത് നിന്റെ മയ്യത്തിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമ്പോ
വാപ്പ നെഞ്ചത്തടിച്ച് കരയുകയാ, ഉമ്മ വിളിച്ചു പോവുകയാ, കൂടപ്പിറപ്പുകൾ പൊട്ടിക്കരയുകയാ, കൂട്ടുകാര് മുഴുവനും ചാരി നിന്ന് കരയുകയാ. അവരെല്ലാവരും കരയുന്ന ദിവസം അവരുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ചെറുപ്പക്കാരാ? നിനക്ക് ആഗ്രഹമുണ്ടോ പൊന്നുപോലെ? ഇന്ന് മുതൽ പടച്ചവന്റെ ഖുർആൻ എടുത്തോ, ഇന്ന് മുതൽ പടച്ചവന്റെ ഖുർആൻ ഓതിക്കോ. നിനക്ക് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ? നീ മരിക്കുന്ന ദിവസം ഈ ഭൂമിയും ആകാശവും കരയുകയാ. അവരെല്ലാം കരയുമ്പോ നിന്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ മജ്‌ലിസിൽ ഇരുന്ന് നല്ല ഒരു തീരുമാനം എടുത്തവർ എല്ലാരും കരയുന്ന ദിവസം നിന്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകും. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഒരു ദിവസം ഞങ്ങൾ ഒരു വെള്ളിയാഴ്ച ദിവസം മരിച്ച വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ രണ്ടുപേരും പള്ളിയിൽ പോകാത്തൊരു ദിവസമായിരുന്നു. രണ്ടുപേരും അന്ന് ജമാഅത്തിൽ പള്ളിയിലില്ല. ഞങ്ങളൊരു മരിച്ച വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ആ ചെറുപ്പക്കാരന്റെ ഭാര്യ മരണപ്പെട്ടു പോയി. ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ സമാധാനിപ്പിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, എനിക്ക് ഇതുപോലെ 2 മക്കളെ പെറ്റു തന്നിട്ടാണല്ലോ എന്റെ ഭാര്യ മരണപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത അത്ഭുതം തോന്നി. എന്തേന്ന് ചോദിച്ചപ്പോ 2 ആമക്കൾ, 13 വയസ്സുള്ള ഇർഫാനും 9.5 വയസ്സുള്ള സുഫിയാൻ എന്ന് പറയുന്ന 2 മക്കൾ. അതിലെ മൂത്തവൻ ഹാഫിള, രണ്ടാമത്തവന് 10 ജുസു കാണാതെ പഠിച്ചിട്ടുണ്ട്. ഹാഫിള ഇങ്ങനെ പഠിക്കുന്ന ഒരു മോനും ഹാഫിളായ ഒരു മകനെയും പെറ്റു തന്നിട്ടാണല്ലോ എന്റെ ഭാര്യ മരണപ്പെട്ടത്. എനിക്കിതിൽ കൂടുതൽ എന്താ വേണ്ടത്? വീടിന്റെ ഉള്ളിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി കടന്നുപോയി. ആ സമയത്ത് ബാക്കവി അടുത്ത് നിന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്തേ ഇങ്ങനെ പറഞ്ഞത്? ആ അവസരത്തിൽ പറഞ്ഞു, ഉസ്താദേ, ഈ സഹോദരിയുടെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിക്കാൻ വെച്ചപ്പോ ഈ ഹാഫിളായ മകൻ കടന്നു വന്നിട്ട് ഉസ്താദിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അത്രേ, ഉമ്മയുടെ മയ്യത്ത് ഞാൻ നിസ്കരിക്കും. എന്റെ ഉമ്മ എന്നോട് ഒരേ ഒരു കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്റെ ഉമ്മ എന്നോട് ഒരേ ഒരു ആഗ്രഹം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഹാഫിള് മയ്യത്ത് നിസ്കരിക്കണം. അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുമെന്ന് പറഞ്ഞു മയ്യത്ത് നിസ്കരിച്ചിട്ട് ആ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞ് ദുആ ചെയ്ത് ആ മയ്യത്തിന്റെ മുന്നിലേക്ക് തളർന്നു വീണു. ഉമ്മാന്റെ മയ്യത്ത് ആറടി മണ്ണിലേക്ക് വെക്കാൻ വെളിയിലേക്ക് എടുക്കുമ്പോ തന്റെ മൂത്ത മകനെ ഹോസ്പിറ്റലിലേക്ക് ജനങ്ങൾ എടുത്തുകൊണ്ട് ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ആ ചെറുപ്പക്കാരൻ നിറകണ്ണുകളോടെ ഞങ്ങളോട് ചോദിച്ചു, ഉസ്താദേ, അള്ളാഹു എനിക്ക് പുറത്തു തരുവോ? ബാക്കവി ചോദിച്ചു, എന്തേ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖുർആൻ പഠിപ്പിക്കുന്നതിന്റെ മഹത്വം എവിടെ നിന്നോ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു, നമ്മുടെ പൊന്നുമോനെ ഹാഫിളാക്കണം, നമ്മുടെ പൊന്നുമകനെ ഹാഫിളാക്കണം. മകനോട് ഒരുപാട് സ്നേഹമുള്ള ഞാനതിന് അനുവാദം കൊടുത്തില്ല. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ എന്നും വഴക്കാണ് മകനെ പഠിക്കാൻ വിടാൻ പറഞ്ഞുകൊണ്ട്. എന്റെ ഭാര്യ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. അവസാനം തമിഴ്നാട്ടിലേക്ക് ഞാൻ ജോലിക്ക് വേണ്ടി പോയപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്റെ അനുവാദമില്ലാതെ എന്റെ പൊന്നുമകനെ കൊണ്ടുപോയി ഖുർആൻ പഠിക്കാൻ വിട്ടു. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ തന്റെ ഇർഫാൻ എന്ന് പറയുന്ന, തന്റെ സുഫിയാൻ എന്ന് പറയുന്ന പൊന്നുമകനെ കാണാതെ വന്നപ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിച്ചപ്പോൾ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഖുർആൻ പഠിക്കാൻ കൊണ്ടുവിട്ടെന്ന് പറയുമ്പോൾ കോപം സഹിക്കാൻ കഴിയാതെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുടികുത്തി പിടിച്ച് ഭിത്തിയിലിടിച്ച് മൂക്കിലൂടെയും വായിലൂടെയും ചെവിയിലൂടെയും ബ്ലഡ് വന്നിട്ട് പോലും ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഉപദ്രവം നിർത്തുന്നില്ല. ഒരുപാട് ഉപദ്രവിച്ചിട്ടും ആ പെങ്ങൾ പറഞ്ഞു കൊടുത്തില്ല മകനെ പഠിക്കാൻ വിട്ട സ്ഥാപനം. അവസാനം ഇളയ മകനെ മുന്നിലിട്ട് ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ മകൻ നിൽക്കുന്ന സ്ഥാപനം പറഞ്ഞു കൊടുത്തപ്പോൾ തന്റെ ഓട്ടകത്തേക്ക് തന്റെ പൊന്നുമകനെയും ഭാര്യയെയും ചവിട്ടി കയറ്റിയിട്ട് മകൻ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ മുന്നിൽ പോയപ്പോൾ ആ പൊന്നുമകൻ അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരുന്ന് ഖുർആൻ ഓതുകയാ. ആ പൊന്നുമകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അതാ ചെറുപ്പക്കാരൻ വലിച്ചിറക്കി വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പൊന്നുമകൻ വാപ്പയുടെ കാല് പിടിച്ചിട്ട് പറയുന്നു, എന്നെ കൊണ്ടുപോകല്ലേ വാപ്പാ, ഒരുപാട് സൂറത്തുകൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു, എനിക്ക് ഹാഫിളാകണം, എനിക്ക് ഖുർആൻ പഠിക്കണം, എന്റെ ഉമ്മയുടെ ആഗ്രഹമാണ്, അത് സാധിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയുടെ കാലിൽ പിടിച്ച് പൊട്ടിക്കരയുമ്പോ ആ പൊന്നുമകനോട് വാപ്പ ചോദിച്ചു, മോനെ,
നിന്റെ ഉമ്മ എന്തേ ചാകാൻ പോവുകയാണോ? അവളുടെ അവസാനത്തെ ആഗ്രഹമാണോ ഈ ചോദ്യമെന്ന് ചോദിക്കുമ്പോ പൊന്നുമകൻ അങ്ങ് കിടന്ന് കരയുകയാ. അതുവരെ കരഞ്ഞതുപോലെയല്ല. പിന്നെ പൊന്നുമോ മിണ്ടുന്നില്ല, സുജൂദിൽ കിടന്ന് കരയുകയാണ്. കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ വാപ്പ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, മോനെ എന്തിനാ കരയുന്നത്, എന്തിനാ കരയുന്നത്? ആ ചെറുപ്പക്കാരൻ പറയുന്നു, ആ ചെറുപ്പക്കാരനോട് തന്റെ പൊന്നുമകൻ പറയുന്നു, ഉപ്പാ ഒരു ദിവസം രാത്രി ഞാൻ നോക്കിയപ്പോ ഉമ്മയിരുന്ന് കരയുകയാണ്, ഉമ്മയിരുന്ന് കരയുകയാണ്. ഉമ്മാന്റെ അടുക്കൽ ഞാൻ ചെന്ന് ചോദിച്ചു, ഉമ്മ എന്തിനാ കരയുന്നത്, എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഉമ്മ പറയുന്നു, മോനെ ഉമ്മാനൊരാഗ്രഹമുണ്ടടാ, ഉമ്മയ്ക്കൊരാഗ്രഹമുണ്ടടാ, സാധിച്ചു തരുമോ? പൊന്നുമകൻ പറയുന്നു, ഉമ്മ ഞാൻ സാധിച്ചു തരാ. അവസരത്തിൽ തന്റെ പൊന്നുമകനോട് പറയുന്ന, മോൻ ആരോടും പറയല്ലേ, വാപ്പാനോട് പറയല്ലേ, ഒരാളോടും പറയല്ലേ എന്ന് പറയുമ്പോൾ തന്റെ പൊന്നുമകൻ പറയുന്നു, ഉമ്മ ആരോടും പറയില്ല. അവസരത്തിൽ 28 വയസ്സുള്ള പ്രിയപ്പെട്ട പെങ്ങള് തന്റെ പൊന്നുമോനോട്, തന്റെ പൊന്നുമകനോട് പറയുന്നു, മോനെ ഉമ്മയ്ക്ക് ക്യാൻസറാണ് മോനെ, ഒരുപാട് നാളും ജീവിച്ചിരിക്കില്ല, ഇത് ഡോക്ടർ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഉമ്മയ്ക്കൊരാഗ്രഹമുണ്ട്. തന്റെ ഭർത്താവിനോട് പോലും പറയാതെ തന്റെ പൊന്നുമകനെ പാതിരാത്രിയിൽ വിളിച്ചിട്ട് പെങ്ങള് കരഞ്ഞുകൊണ്ട് പറയുകയാ, ഉമ്മയ്ക്കൊരാഗ്രഹമുണ്ട് മോനെ, ഒന്ന് നീ ഹാഫിളാകുമോ, ഒന്ന് നീ ഹാഫിളാകുമോ? ഉമ്മയ്ക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, ഉമ്മ ഖുർആൻ പഠിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് പൊന്നുമോനെ. എന്റെ മയ്യത്തൊരു ഹാഫിള് വേണം നിസ്കരിക്കാൻ. ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ഒരു ഹാഫിള് വേണം നിസ്കരിക്കാൻ. അത് മോനാകണമെന്ന് ഉമ്മയ്ക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. കാരണം എന്തെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ പഠിക്കാൻ വിടുകയാണ്. അന്നാണ് ഭർത്താവ് പറയുന്നത്, പൊന്നുമകത്തിന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, മൂത്ത മകനെ പഠിക്കാൻ വിടുകയാ, രണ്ടാമത്തെ മകനെയും പഠിക്കാൻ വിടുകയാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരനതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മയ്യത്ത് കബറുടെ കീഴില്ലെന്ന് ഞങ്ങളോട് പറയുകയാണ്. ഉസാദി എന്ന് ജുമാ കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയപ്പോ ഈ രണ്ട് മക്കളും എന്റെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് ഉമ്മയുടെ കബറിന്റെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. കബറിന്റെ പുറത്തേക്ക് കടന്നു ചെന്നിട്ട് 7 ദിവസം കൊണ്ട് മൂത്ത മകൻ 5 ഹത്ത് ബോധി തീർത്തിരിക്കുകയാ. 7 ദിവസം കൊണ്ട് 5 ഹത്ത് ബോധി തീർത്തിരിക്കുകയാ. രണ്ടാമത്തെ മകൻ 7 ദിവസം കൊണ്ട് 1 ഹത്തമാണ് തീർത്തിരിക്കുന്നത്. ഉമ്മയുടെ കബറിന്റെ ബലഭാഗത്ത് നിന്നിട്ട് 6 ഹത്തമതാ ഉമ്മയുടെ കബറിലേക്ക് കൊടുക്കുമ്പോ, ഉസ്താദേ എനിക്കുമൊന്ന് മരിക്കാൻ തോന്നുകയാ, എന്റെ മക്കൾ ഇതുപോലെ ദുആ ചെയ്യുമല്ലോ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അവസാനം ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വാഹനത്തിലേക്ക് കിടക്കാൻ പോകുമ്പോ 9.5 വയസ്സുള്ള ഇർഫാൻ എന്ന പൊന്നുമകൻ പറയുന്നു, ഉസ്താദ് എല്ലാ സ്റ്റേജിലും ദുആ ചെയ്യണേ, എല്ലാ സ്റ്റേജിലും ദുആ ചെയ്യണേ. അവനോട് തമാശ എന്ന രീതിയിൽ ഞാൻ ചോദിച്ചു, മോനെ എന്താണ് ദുആ ചെയ്യേണ്ടത്, എന്താണ് ദുആ ചെയ്യേണ്ടത്? അവസരത്തിൽ ആ പൊന്നുമകൻ പറഞ്ഞ വാക്ക് പറഞ്ഞുകൊണ്ട് എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാ. ആ പൊന്നുമകൻ പറയുന്നു, ഉസ്താദ് എന്റെ ഉമ്മയുടെ മയ്യത്ത് നിസ്കരിച്ചത് ജ്യേഷ്ഠനാണ്, എന്റെ ഉമ്മയുടെ മയ്യത്ത് നിസ്കരിച്ചത് ഇക്കയാണ്, എന്റെ വാപ്പയുടെ മയ്യത്ത് നിസ്കരിക്കാൻ പള്ളിക്കകത്ത് വെക്കുമ്പോ ഒരു ഹാഫിളായി എനിക്ക് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉസ്താദ് ഞാനൊന്ന് ഹാഫിളാകാൻ ദുആ ചെയ്യണേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് 9.5 വയസ്സുള്ള ഒരു പൊന്നുമകൻ പറയുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ചിന്തിച്ചു പോയി, അല്ലാ ഇതുപോലെ ഒരു മകനെ നീ എനിക്ക് നൽകണേ അല്ലാ, ഇതുപോലെ ഒരു മകനെ നിനക്ക് നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവര്, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ചെറുപ്പക്കാരിയാണ്, അവൾ കരയുന്നതിലൊരു പരിധിയുണ്ട്. അവൾ കരയുന്നത് എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ടെന്നാ കരയുന്നത്. എന്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകൾ കരയുന്നതിനൊരു പരിധിയുണ്ട്, എന്റെ ഉമ്മ കരയുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷേ എന്റെ മയ്യത്തുണ്ടല്ലോ, പള്ളിക്കകത്തേക്ക് കൊണ്ടുവച്ചിട്ട്, പള്ളിക്കകത്തേക്ക് കൊണ്ടുവച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി എന്റെ പൊന്നുമോനുണ്ടല്ലോ, എന്റെ പൊന്നുമോനുണ്ടല്ലോ, ഹാഫിളായ എന്റെ പൊന്നുമകൻ എന്റെ മയ്യത്തിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട്, അല്ലാഹുവേ
എന്റെ ഉപ്പയ്ക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സഹാബ ഒരു ഹാഫിദ് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഖുർആനിലൂടെ ഒരു കാണാതെ പഠിച്ച ഒരു പെണ്ണുവൻ വാപ്പാന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞ ഉമ്മാന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു കേൾക്കില്ലേ ഉപ്പാ അല്ലാഹു കേൾക്കില്ലേ ഉമ്മാ നിനക്ക് അല്ലാഹു ഒരുപാട് മക്കളെ തന്നിട്ടുണ്ടല്ലോ ഒരുത്തരെയെങ്കിലും നീ നൊന്ത് പ്രസവിച്ചതല്ലേ ഒരാളെയെങ്കിലും നിനക്കൊന്ന് ഹാഫിളാക്കിക്കൂടെ നിന്റെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരോട് ചോദിക്കട്ടെ നിങ്ങൾ മരിച്ചിട്ട് ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിലേക്ക് പോകണം ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് ഒരു കടുകുമണിയുടെ അളവെങ്കിലും നിന്റെ ഹൃദയത്തിൽ ഈമാനുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ബാപ്പാ നിന്റെ ആ മക്കളോടൊരു ചോദ്യം ചോദിക്കണേ നിങ്ങളുടെ പെൺമക്കളോടൊരു ചോദ്യം ചോദിക്കണേ പൊന്നുമോനെ ഇന്ന് രാത്രി ഈ വാപ്പ മരണപ്പെട്ടാൽ നാളെ ദുഹറിന്റെ സമയമെത്തുമ്പോ സന്തോക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുമ്പോ മോനെ നീ കുളിപ്പിക്കുമോ പൊന്നുപോലെ നീ കുളിപ്പിക്കുമോ പൊന്നുപോലെ നിങ്ങളുടെ മക്കളിൽ എത്ര പേർക്കാണ് നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നത് മയ്യത്തിന്റെ തലഭാഗത്തിരുന്ന് കരഞ്ഞുകൊണ്ട് യാസീരോദ നിങ്ങളുടെ മക്കളിൽ എത്ര പേർക്കാ അറിയുന്നത് എന്റെ പ്രിയപ്പെട്ട വാപ്പാ മയ്യത്ത് പള്ളിക്ക് കൊണ്ടുകൊണ്ട് വെക്കുമ്പോ ഉസ്താദിന്റെ അടുക്കൽ മക്കള് വന്നിട്ട് പറയും ഞാൻ നിസ്കരിക്കാം ഇതെന്റെ വാപ്പയാണ് ഞാൻ നിസ്കരിക്കാം ഇതെന്റെ വാപ്പയാ കാരണം ഉസ്താദ് മാറിക്കൊടുക്കണമല്ലോ പക്ഷേ അവനാരാ അവന് കള്ളു കുടിക്കുന്നവനായിരിക്കാ അവൻ വ്യഭിചരിക്കുന്നവനായിരിക്കാ അവൻ പലിശ തിന്നുന്നവനായിരിക്കാ അവൻ 5 വഖത്തും കളാക്കുന്നവനായിരിക്കാ തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്നോതി തീർക്കാത്ത മകനാ നിന്റെ മയ്യത്ത് നിസ്കരിക്കുന്നതെങ്കിൽ എന്റെ ഉപ്പാ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ തീരുമാനിച്ചു നിന്റെ മയ്യത്ത് നിസ്കരിക്കേണ്ട ഒരു ഹാഫിളായിരിക്കണം അത് നിന്റെ പൊന്നുമോരായിരിക്കണം അവൻ നിന്റെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുവേ എന്റെ ഉപ്പയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്റെ ഉമ്മയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ അവർക്ക് ഖുർആൻ ഓതാൻ അറിയില്ല അല്ലാ എന്നെ അവർ പഠിപ്പിച്ച റബ്ബേ അവർക്ക് സ്വർഗം കൊടുക്കണേ എന്നൊരു ഹാഫിള് ദുആ ചെയ്ത ആ ദുആ സ്വീകരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ ഈ മജ്‌ലിസിലിരുന്ന് തീരുമാനിച്ചു ഈ പാതിരാത്രികളിലിരുന്ന് തീരുമാനിച്ചു അല്ലാഹുവേ ഈ മജ്‌ലിസിലിരുന്ന് കൊണ്ട് മക്കളെ ഹാഫിളാക്കാൻ ആരെല്ലാം നിയ്യത്ത് ചെയ്യുന്നുണ്ടോ അവരുടെ മക്കളെ നീ ഹാഫിളാക്കണേ അല്ലാ അവരുടെ മക്കളെ ഹാഫിളാക്കണേ അല്ലാ അവരുടെ മയ്യത്തൊരു ഹാഫിള് തന്നെ നിസ്കരിക്കണേ റബ്ബേ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ